ഹായ്, നമസ്കാരം. ഞങ്ങൾ മലേഷ്യയിൽ കോലാലംപൂരിൽ ട്വിൻ ടവറിലാണ്. ട്വിൻ ടവറിൻ്റെ അടുത്താണ് നിൽക്കുന്നത്, കാണുന്നുണ്ടാവും. ഒക്കെ മനോഹരമായ മലേഷ്യയുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് അറിയപ്പെടുന്ന ഒരു ടവറാണ് ട്വിൻ ടവർ. ഇവിടെ നമ്മുടെ ടീം അംഗങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കമ്പനിയുടെ ആനുവൽ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇറ്റ്സ് അമേസിങ്. മലേഷ്യ ഇസ് വണ്ടർഫുൾ, ഒന്നും പറയാനില്ല. ഏതായാലും കമ്പനിയുടെ ഈ ഒരു ട്രിപ്പിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ അതിയായി സന്തോഷിക്കുന്നു. അടുത്ത ട്രിപ്പ് നിങ്ങളുണ്ടാവണം. നമ്മുടെ ടീമിലെ ഒരുപാട് പേരെയും കൊണ്ട് ഈ ട്രിപ്പ് പോകാൻ സാധിക്കണം. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഇനി മുന്നോട്ട് പോകണം. അപ്പോൾ മലേഷ്യ ഞങ്ങൾ ഒന്നും പറയാനില്ലാത്ത രീതിയിൽ അടിച്ചു പൊളിക്കുകയാണ്. അപ്പോൾ ഇന്ന് പോവേണ്ട സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തു. ഇനി നാളെയും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഏകദേശം ഇനി ബാക്കി 4 ദിവസത്തെ യാത്രയാണല്ലോ. അപ്പോൾ എന്തായാലും സീ യു, വീണ്ടും കാണാം. ഓക്കെ. മലേഷ്യ കോലാലംപൂർ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുകയാണ് നമ്മുടെ നോഫൽ സർ. എങ്ങനെയുണ്ട് നമ്മുടെ ട്രിപ്പ്? അടിച്ചു പൊളി കിടക്കുന്നു. ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് ഇന്ന് കാലത്ത് ഇവിടെ എത്തി. ഇന്ന് രാവിലെ മുതൽ നമ്മൾ ഓട്ടത്തിലാണ്. എന്തായാലും അടിപൊളിയാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു മൂഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ത്രില്ല് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. എത്ര പറഞ്ഞാലും മനസ്സിലാക്കാൻ കഴിയില്ല. അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ്. കാരണം ഒരു 5 സ്റ്റാർ ഫെസിലിറ്റി, 5 സ്റ്റാർ സെറ്റപ്പിലുള്ള യാത്ര എല്ലാം ഒന്നും. ട്വിൻ ടവറിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത് ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ നമ്മൾ ജസ്റ്റ് ഒരു ട്രിപ്പ് വന്നു എന്നുള്ള നിലയ്ക്ക് ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് തന്നെ നമ്മൾ വളരെയധികം എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് അറിയപ്പെടുന്നത് തന്നെ പാട്രോണസ് ട്വിൻ ടവേഴ്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഏകദേശം 452 മീറ്റർ, 1500 അടുത്ത് ഫീറ്റ് ഹൈറ്റ് ഉണ്ട് ഈ ഒരു നമ്മുടെ ട്വിൻ ടവേഴ്സിന്. ഓക്കെ. ഏകദേശം 452 മീറ്റർ. 1998-2004 കാലഘട്ടം വരെ, 1998 മുതൽ 2004 കാലഘട്ടം വരെ ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള, ഏറ്റവും ഹൈറ്റുള്ള ബിൽഡിംഗ് ആയിട്ട് അറിയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ ബിൽഡിംഗ് ആയിട്ടുള്ളത് ഈ ഒരു ട്വിൻ ടവേഴ്സ് ആയിരുന്നു. പിന്നീടാണ് മറ്റു ബിൽഡിങ്ങുകളൊക്കെ കയറി വന്നത്. എസ്പെഷ്യലി നമ്മുടെ ദുബായ്, ദുബായ് ബുർജ് ഖലീഫൊക്കെ വരുന്നത്. ഓക്കെ. അപ്പോൾ 2004 കാലഘട്ടം വരെ ലോകത്തിലെ ഏറ്റവും ടാളസ്റ്റ് ബിൽഡിംഗ് ആയി അറിയപ്പെട്ടിരുന്നത് നമ്മുടെ ട്വിൻ ടവേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു ട്വിൻ ടവേഴ്സിൻ്റെ അടുത്ത് ഒരുപാട് ഷോപ്പിംഗ് മാൾസും ഒരു പാർക്കും, ഒരു നല്ല ഏതൊരു ടൂറിസ്റ്റിനെയും ആകർഷിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഓക്കെ. അതുപോലെ എല്ലാവരെയും ത്രസിപ്പിക്കുന്ന ഒരു വാട്ടർഫാളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 2 ടവേഴ്സാണ് ഈ ട്വിൻ ടവേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. 2 ടവറുകൾ ഒരുപോലെ ഉള്ളതാണ്, ഇരട്ടകൾ. അപ്പോൾ ഈ 2 ടവറിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട്. അത് ഏകദേശം ഒരു 40 സംതിങ് ഹൈറ്റിലാണ് ആ ഒരു ബ്രിഡ്ജ് വരുന്നത്. ഒരു ടവറിൽ നിന്ന് മറ്റൊരു ടവറിലേക്ക് ഏകദേശം 42 43 ഫ്ലോറിൽ നിന്ന് 42 43 ഫ്ലോറിൽ നിന്നാണ് അത് രണ്ടും കൂടി കണക്റ്റ് ആകുന്നത്, ആ ഒരു ബ്രിഡ്ജ് കണക്റ്റ് ആകുന്നത്. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് അറിയപ്പെടുന്നത് വേൾഡിലെ തന്നെ 2 ടവറിനെ ബന്ധിപ്പിക്കുന്ന, ഏറ്റവും ഹയസ്റ്റ് ഹൈറ്റിൽ നിന്ന് ബന്ധിപ്പിക്കുന്ന ഒരു ടവറാണ് നമ്മുടെ ട്വിൻ ടവേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇതിൽ ഏകദേശം 86ഓളം നിലകളുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുള്ള ചെറിയ അറിവുകളാണ്. അപ്പോൾ ഏതായാലും ഇത് കാണാൻ ഇവിടെ വരാൻ സാധിച്ചതിലൊക്കെ, അതും മോഡിക്കെയർ കമ്പനിയുടെ ഭാഗമായിട്ടുള്ള ഒരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു യാത്രയിലൂടെ സാധിച്ചു. ടീമംഗങ്ങളുമായിട്ട്, ലീഡേഴ്സുമായിട്ടൊക്കെ വരാൻ സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനകരമാണ്. റിയലി എൻജോയിങ്. സോ ഓക്കെ, ബൈ, താങ്ക് യു.